ഇതെന്റെ പെണ്ണ് കാണൽ ചടങ്ങാണ്. ഇതെന്റെ ആദ്യത്തെ അവസാനത്തെയും പെണ്ണ് കാണല. താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചാ അതെനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അറിയില്ല എന്നല്ല, എന്റെ ഡിസിഷനിൽ ഇവിടെ ഒരു വാല്യൂ ഇല്ല. എന്റെ ഇഷ്ടങ്ങൾക്കും ഒരു വാല്യൂ ഇല്ല. ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതിലും ഒരു വാല്യൂ ഇല്ല. ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതൊന്നുമല്ല, എന്റെ കാര്യവും അതല്ല. ഞാനിപ്പോ നേരിടുന്ന പ്രധാന വെല്ലുവിളി 6 വർഷം, നീണ്ട 6 വർഷം പ്രേമിച്ചിട്ട് അവള് വേണം മെൻഡോൺ ക്രൈ. ഞാൻ ഇമോഷണൽ ആവുന്നില്ല. ഈ പെണ്ണ് കാണാൻ ചടങ്ങ് എന്തായാലും മുടങ്ങിപ്പോയില്ല. ബിക്കോസ് എനിക്ക് പയ്യനെ ഓക്കെ അല്ലെങ്കിലും എന്റെ ഫാമിലിക്ക് ഓക്കെയാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാനുള്ള പ്രധാന കാരണം അവളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞിരിക്കണം. അവളേക്കാൾ ഹാപ്പിയായി എനിക്ക് ഇവളുമായിട്ട് ജീവിക്കണം. അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്താണോ വീട്ടുകാർ പറയുന്നത് അതാണ് എന്റെ ഡിസിഷൻ. പ്രതികാരം അത് വീട്ടാനുള്ളതാ, വീട്ടും. ഇതിൽ നിന്ന് ഒരിക്കലും ഊരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഐ ആം ട്രാപ്ഡ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി എൻ്റെ ലൈഫിൽ ഹരിത എന്നല്ല വേറൊരു പെണ്ണുമില്ല. ന്യൂ ലൈഫ്, ന്യൂ വൈഫ്, ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം. ഹാപ്പി മാരീഡ് ലൈഫ് ടു മീ. ഓ, പാലും പഴമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? അച്ഛൻ പറഞ്ഞായിരിക്കും അല്ലേ? ബ്ലഡി ഓൾഡ് ഡാഡി തിങ്സ്. എനിക്കൊന്നും ഇഷ്ടമല്ല. പാല് കുടിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ പകുതിയെ കുടിക്കൂ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അല്ല, മുഴുവൻ കുടിച്ചാലും കുഴപ്പമില്ല. പകുതിയെ കുടിക്കൂ. ശരി. അയ്യോ, കുറച്ച് മുല്ലപ്പൂം കൂടെ വേണമായിരുന്നു. അൺറൊമാൻറ്റിക് തൊണ്ട ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. കൊച്ചവിടെ പോയി എന്തെങ്കിലും സർപ്രൈസ് തരാൻ പോയിരിക്കും. ഞാൻ ഭയങ്കര അൺറൊമാൻറ്റിക് ആണോ? ഏയ്, ഇപ്പൊ എഫക്റ്റ് ആവും. എന്തായാലും പറഞ്ഞല്ലേ, പാല് കുടിച്ചേക്കാം. ബദാം എന്തോ കലക്കിയിട്ടുണ്ടെന്നോ, നല്ല ടേസ്റ്റ്. പകുതി അവൾ കുടിക്കട്ടെ. മൊത്തം കുടിച്ച് ഇനി ആർത്തിയാന്ന് വിചാരിച്ചാലോ. ഇനി സാരി വല്ലതും എടുക്കാൻ പോയിരിക്കും. ഓരോരോ ഫാൻറ്റസിയുടെ ഉടുത്തിട്ട് വരട്ടെ. അവിടെ എന്തൊരു ശബ്ദം? ഒന്നുമില്ലമ്മേ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഉറങ്ങിയില്ല അല്ലേ? ശാന്തി മുഹൂർത്തമൊക്കെ നോക്കുമായിരുന്നു. പാല് കുടിക്കുന്നില്ലേ? ഞാൻ പകുതിയെ കുടിച്ചോളൂ. കുടിച്ചോ. ഇപ്പഴാ ഉറങ്ങുന്നേ. അമ്മേ, അമ്മേ, അച്ഛാ. പ്രിയേ, എന്റെ അച്ഛനെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലേ?
വിളിക്കാം എന്തായാലും. ഉറങ്ങായ മനുഷ്യ. ശാളെ എന്താ? അല്ല, ഞാനിവിടെ ഇരുന്നോട്ടേന്ന്. ഹലോ, നിങ്ങൾ എവിടെ പോയി കിടക്കുവാ അമ്മേ? ഇടച്ചക്ക എന്താ കാര്യം? ഞങ്ങളൊന്ന് തറവാട് വരെ വന്നതാ. വീടൊക്കെ പൂട്ടിയിട്ട് എത്ര ദിവസമായി. ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. നീയും കുറച്ച് ജീവിതമൊക്കെ ഒന്ന് പഠിക്ക്. മോളില്ലടാ അവിടെ? ഉണ്ട്, ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിലിടാം. അമ്മയാ. ഹലോ മോളെ, ഇനി കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് നോക്കിക്കോണം കേട്ടല്ലോ. എപ്പോഴും ഇനി നമ്മൾ ഉണ്ടായിരിക്കില്ല. ശരി അമ്മേ. എന്നാ ശരി. എന്നാ മക്കളെ അടിച്ചു പൊളിക്കേ. ഓക്കെ എന്നാൽ. ആ ശരി അച്ഛാ, പോയിട്ടിപ്പ വരാവേ. അവിടെ ഇരിക്കണേ. ആ ഹലോ. നേത്തിരാത്തിരി യമ്മ എന്തായി? എന്താവൻ, ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങി. നശിപ്പിച്ച്. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? അല്ല, നീ ആദ്യത്തെ ദിവസം തന്നെ ഇംപ്രഷൻ കളിയല്ലേ? എനിക്കൊന്നും പറ്റത്തില്ല ഒരു പരിചയത്തെ പെണ്ണുമായിട്ട്. അളിയാ, ഞാൻ നിന്നോടൊരു കാര്യം ഇപ്പൊ തന്നെ പറയാം. നീ പഴയ കാര്യം പെട്ടെന്ന് പറഞ്ഞോ. അവൾ നിന്റെ ഭാര്യ. നീ ആദ്യം എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലേ തിരിച്ചു എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നീ നോക്കിയും കൊണ്ടൊക്കെ ചെയ്. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരിയാണല്ലോ, എന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യയാണ്. അതെ. അയ്യോ, ഞാൻ പെട്ടെന്ന് അറിയാതെ. നല്ല റിഫ്ലക്സ് അല്ലേ? എനിക്കിച്ചിരി കുറവ് കേട്ടോ. അതെ, ഇവിടെ എവിടെയാ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നറിയാവോ? ഇല്ല, എന്തിനാ? എനിക്ക് നന്നായിട്ടൊന്ന് ഒഴിയണം, പിന്നൊന്ന് പിഴിയണം. എന്റെ തെറ്റാ, എന്റെ തെറ്റാട്ടോ, എന്റെ തെറ്റാ. ഒരു വാശി. ദേഹവാസകലം ഇളകിയിട്ടുണ്ട്. എന്റെ കൃഷ്ണ, അയ്യോ എന്റെ പൊന്ന് കൃഷ്ണ, നീ ഇങ്ങനെ 16,000 സഹിച്ച് ഒരെണ്ണത്തിനെ ആയിട്ട് എന്റെ പൊന്നോ. അതെ, നല്ല ഇടിയും ചവിട്ടൊക്കെ കിട്ടി കാണുമല്ലേ? അതെ, വീണ്ടും സോറി കേട്ടോ. തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല, അതാ ഞാൻ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ. ഇനിയിപ്പൊ എക്സ്പെക്ടഡ് ആയിരുന്നു എന്നെ കുഴിയിലോട്ട് എടുക്കേണ്ടി വന്നേനല്ലോ. അതെ, ഈ ആയോധന കലകൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്നിട്ട് ഇങ്ങനെ ഇനി ഉണ്ടായിരുന്നെങ്കിലോ. അതെ, കൃഷ്ണന്റെ കമ്പനി കൊടുക്കൂ. എനിക്കൊരു കോൾ വിളിക്കാനുണ്ടായിരുന്നു. അതിനൊന്നും ചെയ്യല്ലേ, പാവ. അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നില്ലാതെ ഇങ്ങനെയൊക്കെ ഇല്ലാതെ എടാ, ആരായാലും കൊല്ലും. ഞാനത് നിന്നെ അടിച്ചു വന്നേനെ. എടാ, നീയല്ലേ പറഞ്ഞ അവള് ഭാര്യയാണ്, കുടുംബിനിയാണ്, കുടുംബശ്രീയാന്നൊക്കെ. എടാ, ഭാര്യാന്ന് വെച്ച് എടാ, ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. നീ ആദ്യം ഒന്ന് അടുക്ക്, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. അപ്പം നീ പറയുന്നത് ഭയങ്കര റോങ് ആണോ? വളരെ മോശമായി പോയി, തെണ്ടിത്തരാ നീ ചെയ്ത. ഓ എടാ, ഇനിയിപ്പൊ എങ്ങനെ ഒതുക്കും? എടാ, ദാമ്പത്യ ജീവിതത്തില് സോറി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആദ്യ ഘടകമാണ്. ഒരു കാര്യം ചെയ്യ്, തഞ്ചത്തിൽ പോയി ഒരു സോറി പറ. സോറിയോ? ഞാൻ ഹരിതയോട് പോലും ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെങ്കിൽ ചിലപ്പോ ഡീലാവും. നോക്ക്, പറയല്ലേ? പറയണം, ഉറപ്പായിട്ടും പറയണം. പിന്നെ ഇനി തൊട്ടേനും പിടിച്ചെനിക്ക് ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കല്ലേ. എടാ, എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളാ. അതിന്റെ ഇടയിലാ നിന്റെ
ഈ തല്ലിയതും പിച്ചതും നുള്ളിയതൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ആരെ ശരി എന്നാ വിളിക്കാം. കട്ട് ചെയ്തു. സോറി പറയാല്ലേ, ഈഗോ കുഴപ്പമില്ല. പ്രിയേ, ഞാൻ ചെയ്ത ഭയങ്കര തെറ്റാ. ഒരിക്കലും അത് അരുതരുതായിരുന്നു. എനിക്കറിയത്തില്ല ഇനി ഏത് ഗംഗയെ പോയി കുളിച്ചാൽ ഈ പാപമൊക്കെ തെറ്റുന്നതാവും. എന്നാലും ഞാൻ ഉള്ളിൽ തട്ടി പറയുക, മാപ്പ് മാ 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 കോപ്പ് പോയാ ഓളൊന്നും ഒരു നടക്കി പോകത്തില്ല. എന്റെ കൈകളാ ചൂടാറിയെങ്കിൽ. ഇവളെന്നെ വളയാത്ത വളയ്ക്കും ഞാൻ, കുട്ടിക്കും ഞാൻ. വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്നത്. റിമോട്ട് ചാനലിൽ പരസ്യം വരും. റിമോട്ട് കാണുന്നില്ലല്ലോ. അതെ, ഞാൻ പോവാ. ഇവിടെ വായിക്കാതെ. അതെ, ഞാൻ പോവാന്ന്. പുല്ല് പോവാനും തോന്നില്ലല്ലോ. സാറിനെ ഒന്ന് വിളിച്ചാലോ? ഹലോ സാർ, ഞാനേ രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് ഭയങ്കര മേലുവേദന, തലവേദന. ഞാനേ ഇന്ന് വർക്ക് ഫ്രം ഹോം എടുക്കട്ടെ? അയ്യോ സാറേ, അതല്ല. അറിയാം നീ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തോ, പക്ഷെ ഇവിടുത്തെ ജോലിയും കൂടെ എടുക്കണം. എടുക്കും സാർ, അവിടുത്തെ ജോലി എടുക്കും, ഇവിടുത്തെ ജോലി എടുക്കും, എല്ലായിടത്തും ജോലി എടുക്കും. നീ ജോലി എടുത്തോ. താങ്ക് യു. പാവം മനുഷ്യൻ. ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കും. പോരാമേ. എന്തുറ്റി? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു വർക്ക് ഫ്രം ഹോം. ഹാപ്പി ആയില്ലേ? എനിക്കറിയാം എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. വരുന്നില്ലേ? ബാ. കൃഷ്ണ, എന്റെ ശാന്തി മുഹൂർത്തം അങ്ങനെ വൈകുവോ? നീ വരുന്നുണ്ട്. വന്നില്ലേ?
നമ്മുടെ കെട്ടില്ല, നമുക്ക് കിടക്കാനുള്ള കെട്ടിൽ. എടോ എനിക്ക് കുറച്ച് ടൈം വേണം, എനിക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. ടൈമോ? ഇപ്പൊ തന്നെ പാതിരാത്രി ആയില്ല, ഇങ്ങനത്തെ ടൈം വന്നേ. എടോ എനിക്ക് പെട്ടെന്നൊന്നും പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള കുറെ റീസൺസ് ഉണ്ട്. റീസണാ? പെണ്ണാണോ വന്നപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. പെണ്ണ് കാണാൻ വന്നാൽ പറയാൻ സൗകര്യമില്ല, ശല്യമായാലും ഇത്. റീസണാ? ഇനി ഹരിതയുടെ കാര്യം വല്ലതും അറിഞ്ഞാണോ? ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് എന്നല്ലേ? ഉറങ്ങാനും പറ്റുന്നില്ല. ഐ ആം ഫ്രസ്ട്രേറ്റഡ്. ദൈവമേ, അടുത്ത ആഴ്ച ഹരിതയുടെ കല്യാണം. അതിനേക്കാൾ മുമ്പ് എനിക്ക് നടത്തണം. ChatGPT, വാട്ട് ഈസ് മൈ വൈഫ്സ് പ്രോബ്ലം? ഹോമോസെക്ഷല? ChatGPT പറഞ്ഞ പോലെ വൈകുന്നേരമാണോ? പയ്യാണെങ്കിൽ കുഴപ്പമില്ല, ലെസ് ആവാതിരുന്നാ മതി. എത്ര വർഷം പണ്ടുണ്ടോ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? നിലത്ത് കിടക്കുന്ന ഞാൻ നിലത്ത് കിടക്കാം. താൻ കട്ടിൽ കിടന്നു പറയാൻ ലൈറ്റ് ഓഫ് ചെയ്താ ഞാൻ നിറയെ കിടന്നോ? എന്റെ പൊന്നടാ, നീ എന്തേലും ഒന്ന് പറ. ഡേയ്, ഞാൻ ഇതിനെന്ത് പറയാനാ? എടാ, നീയും നിന്റെ വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ച ബന്ധമല്ലേ ഇത്? പ്രത്യേകിച്ച് നിന്റെ തീരുമാനം. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നിന്റെ വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നല്ലേ ഇതിൽ ഉത്തമം. എന്നാ പിന്നെ നിനക്ക് നിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എടാ, താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് നീ വിചാരിക്കുന്ന ടൈപ്പ് ആയിരിക്കില്ലടാ. അപ്പം ChatGPT പറഞ്ഞതോ? എടാ, ChatGPT ഒന്നും വിശ്വസിക്കാൻ പറ്റൂലടാ. എടാ, ഇൻസ്റ്റയിലും ChatGPT ഇപ്പൊ കാണുന്നില്ലേ? ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ ആണാക്കുന്നു. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഫോട്ടോസ് വരെ മാറ്റി തരുന്ന ടീമാ. അതുകൊണ്ട് വിശ്വസനീയമായ തെളിവുകളൊന്നും കിട്ടാതെ നമ്മളൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇനിയിപ്പോ തെളിവ് എവിടെ ഒപ്പിക്കാനാ? സെർച്ച് ചെയ്യണം, പരുതുക, എന്തെങ്കിലും കിട്ടുന്നവരെ പരുതുക. നിനക്ക് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നിനക്ക് മാത്രം. പരതണം. സ്പ്രേ ഉണ്ടായിരുന്നോ? പെർഫ്യൂം ആ റൂമിലുണ്ടല്ലോ. ഞാൻ എടുത്തോളാം. ഫോണില്ലാത്ത രഹസ്യം ഉണ്ടോ മോളെ? പലചരക്കടല ബില്ലോ. ഇവനെന്തിനാ ഇനിയും വിളിക്കുന്നേ? നേരത്തെ വിളിച്ചതല്ലേ? ആ, പറയാളിയാ. എടാ, ഇതിനകത്തൊന്നും ഒരു തേങ്ങയില്ല. നീ നോക്കിയോ നല്ല പോലെ? പിന്നെ നോക്കാണ്ട്. മൊത്തം അരിച്ചു പറക്കടാ. മൊത്തം അരിച്ചു പറിക്കണേ. ഏതായാലും ഫോട്ടോസ് പോലെയല്ല നേരെ അവനെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ അളിയാ. എനിക്കറിയാം നിന്റെ ഐഡിയ ഉണ്ടെന്ന്. നീ പറ, എന്താ? അവള് പറയും വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ആലോചിച്ചിട്ട് അതേ കാണുന്നു.
ഇതിനാണ് പിന്നെ ഞാൻ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചു. നീ വെയ്യെന്നാ ഇപ്പോഴെന്തായാലും ഏജന്റാണ്. ചായ ഇഷ്ടപ്പെട്ടോ? ഇവിടെ അച്ഛൻ അടുക്കളയിലൊന്നും കയറത്തില്ല. ഭയങ്കര കുലപുരുഷനാ, മടിയനാ. ആണല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാനൊക്കെ അമ്മയൊക്കെ സഹായിക്കാറുണ്ട്. എല്ലാം പ്രിയയുടെ ഒരു ഭാഗ്യം. എന്ത് രസമല്ലേ ഇവിടുത്തെ വ്യൂ. പിന്നെ അടിപൊളിയല്ലേ? എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ എന്റെ അനുഭവത്തില്ല എന്റെ ശരീരം തൊടരുതെന്ന്? എടി ഞാൻ നിന്റെ ഭർത്താവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സമയം വേണമെന്ന്. എടി നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും ചിന്തിച്ചൂടെ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1000 രൂപ പാലത്തിന്റെ കീഴെ പോയി നിൽക്കാടി. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതിൽ കൂടുതൽ എന്ത് മര്യാദ വേണ്ടേ? 24 മണിക്കൂർ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ല. ഇടയ്ക്കേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടെ മനസ്സിലാക്കാൻ പഠിക്കണം. നിന്നൊക്കെ ആര് വളർത്തി പഠിപ്പിച്ചു വിട്ടാടി? സോറി. അതെ, ഫ്രീ ആണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സോറി, എനിക്ക് സമയമില്ല. നിനക്ക് ഇത്ര നാളൊന്നും പറയണ്ടായിരുന്നല്ലോ. ഇനി ഒന്നും പറയാൻ വേണ്ട, മനസ്സിലായോ? അളിയ, എനിക്കിതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നലടാ. എനിക്ക് മടുത്ത് ഒരുമാതിരി കോമാളിയെ പോലെ ആവുക. അവക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലടാ. എടാ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എത്രയെന്ന് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. എൻ്റെ ലൈഫ് തോലഞ്ഞടാ. എന്തായാലും ഡിവോഴ്സ് മൂവ് ചെയ്യണം. അല്ലാതെ ഞാൻ എന്നാ അതിനിങ്ങനെ കടിച്ചു നോക്കുന്നേ? എടാ നീ ഒന്ന് കൂടാകും, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വേറെ വഴിയൊന്നുമില്ല അളിയ. അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അല്ല, പരസ്പരം ഇഷ്ടമില്ലാത്തവരെ അവർക്ക് ഒത്തിരി നാളൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കല്യാണമൊക്കെ ഭയങ്കര ആലോചിച്ച് കണ്ടുമൊക്കെ എടുക്കണമായിരുന്നു. ഇതിപ്പോ ഞാൻ വല്ലവരോടുള്ള വാശിയുടെ പുറത്ത് ഓരോ തീരുമാനമെടുത്തു. നീ വീട്ടിൽ അവതരിപ്പിച്ചോ? എനിക്ക് അവരെ എങ്ങനെ കൺവിൻസ് ചെയ്തൊന്നും അറിയത്തില്ല. എനിക്ക് അവളെ കുറ്റപ്പെടുത്തി പറയാനും തോന്നില്ല. ആ, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്ക്. ഞാനെന്താ പറയാനാ? പൊട്ടനായി പോളിയാ. എനിക്ക് സംസാരിക്കണം. എടി, പറ്റത്തില്ലെങ്കിലേ അത് മാന്യമായിട്ട് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകണം. എനിക്ക് പറയാനുള്ളൂടെ ഒന്ന് കേക്ക്. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നീ ഡിസിഷൻ എടുത്തോ. നീ പറയുന്ന ഒരു കോപ്പ് എനിക്ക് കേൾക്കണ്ടെങ്കിലോ? I have been raped several times. എടോ, എനിക്കിതൊക്കെ ഫസ്റ്റ് തന്നെ തന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പേടിയായിരുന്നടോ. ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അങ്കിളിനൊരു മോനുണ്ട്. അവൻ എൻ്റെ നല്ല കൂട്ടായിരുന്നു. എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അവൻ എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്, അവൻ വേറെ രീതിയിലാണ് പെരുമാറുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യം അതൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്കിളുണ്ടല്ലോ, എനിക്കൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അങ്കിളിന് അപ്പോഴാണ് സ്ട്രോക്ക് വന്നത്. ആൻഡ് ഹി വാസ് പാരലൈസ്ഡ്. അത് കഴിഞ്ഞ് ആ വീട്ടിൽ എൻ്റെ ജീവിതം ഭയങ്കര നരക തുല്യായിരുന്നു. യു കാണ്ട് ഈവൻ ഇമാജിൻ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. He has raped me brutally. Not once, not twice. ഒരുപാട് തവണ. And I stood there. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പപ്പയും അമ്മയൊക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കുവേ. അവരെപ്പോഴും ഇഷ്ടംപോലെ പൈസയൊക്കെ അയച്ചു തരും.
ഇടയ്ക്കിങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. But they never asked me whether I was okay. സ്വന്തം അപ്പനോടും അമ്മേനോടും പോലും പറയാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണോ തന്നോട് ഇതൊക്കെ പറയുന്നേ? എനിക്ക് ഇതുവരെ ട്രോമയിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആളുകളെ കാണുന്നതിന് പേടിയാ. അതുകൊണ്ട് എനിക്കൊരു കോളേജിൽ പോലും പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഗേൾസ് ഓൺലി കോളേജിൽ പോയി ജോയിൻ ചെയ്തേ. ഞാൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തനിക്ക് ഡിവേഴ്സ് വേണം എന്നുള്ളത്. ഐ എം റെഡി ടു സൈൻ എനി പേപ്പേഴ്സ്. I know you deserve much more. And I'm really, really sorry. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് സൈൻ ചെയ്ത് തരാം. എവിടെ പോകാനാ നിന്റെ പ്ലാൻ? എനിക്കറിയില്ല. അതെ, ഇങ്ങനെ എപ്പോഴും ഒളിച്ചോടിക്കൊണ്ടിരുന്ന അതിനെ നേരം കാണത്തുള്ളൂ. നീയാ മാറേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറക്കാൻ പറ്റണം. അല്ലാതെ നീ എവിടെ പോയാലും നീ ഒരു വലിയ ഫെയിലിയർ ആയിരിക്കും. നിനക്ക് എൻ്റെ കാര്യം അറിയോ? എനിക്കൊരു 6 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സെയിം വൈബ്, സെയിം മൈൻഡ്, എല്ലാം ഓക്കെ. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് മാത്രം ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് തന്നെ ഇഷ്ടമല്ല. അവളെൻ്റെ കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞായിരുന്നേ. എന്നെ സംബന്ധിച്ചോളം എനിക്കത് മാത്രം മതിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് അവളൊരു ആപ്പ് എടുത്ത് ഞാൻ കാര്യം ചോദിച്ചപ്പോഴേ അവളിങ്ങനെ ഫോണ്, സോഷ്യൽ മീഡിയ ഇതിനൊക്കെ ഒന്ന് മാറുമെന്നാ പറഞ്ഞത്. അങ്ങനെ പയ്യെ കോളിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു, കോൾ ഇല്ലാണ്ടായി. പിന്നീട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ അവൾ ഗ്യാപ്പ് എടുത്തതേ സോഷ്യൽ മീഡിയ ഒന്നുമല്ല, എൻ്റെ അടുത്ത് നിന്നാ. അവൾ എന്തിനാണ് എന്നെ വേണ്ടെന്ന് വെച്ചെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു ഭ്രാന്തായിരുന്നു. തനിക്കറിയോ, ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോഴോ ചുമ്മാ എന്തെങ്കിലും ബാക്കോട്ട് ആലോചിക്കുമ്പോഴോ ഒക്കെ വരുന്ന ഇവളുടെ മുഖം. കണ്ണടച്ചാലേ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലേ നമ്മൾ ഈ സ്റ്റാറ്റസിലൊക്കെ ഇടുന്ന ലോൺലിനെസ്സും ബ്രോക്കൺ ഹാർട്ടൊന്നും പോലല്ല, ഇതൊരു ഭ്രാന്ത. ഈ സിംഗിൾ ചൈൽഡായിട്ട് വളർന്നുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫുൾ ഫോക്കസും അവളിലായിരുന്നു, അവൾ മാത്രമായിരുന്നു. മുഞ്ചിപ്പാരും മുഞ്ചി, ഞാൻ മുഞ്ചില്ലേ. തന്നെ കാണാൻ വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ ഓക്കെ പറഞ്ഞേ. എനിക്കൊരൊറ്റ വാശിയുള്ളായിരുന്നു, അവളേക്കാൾ മുമ്പ് കല്യാണം കഴിക്കണം, അവളേക്കാൾ നന്നായിട്ട് ജീവിക്കണം. അതിനിടയ്ക്ക് താൻ എന്താണെന്നോ, തൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ, തൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, തൻ്റെ പാസ്റ്റ് എന്താണെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നാണല്ലോ വിട്ടുകളയാം, ഇല്ല നമ്മൾ തോറ്റു പോകണം. തോറ്റു.
അതെ, ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും വാ, ഇവിടെ വന്നിരിക്കും. അതെ, തന്റെ എക്സിന്റെ ഇൻസ്റ്റ ഐ ഡി പറ. അതൊക്കെ എന്തിനാ? ചുമ്മാ പറ. ഇയാളല്ലേ പറഞ്ഞ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന്. ഹരിത ജി കൃഷ്ണ. അതെ, അത് തന്നെ. ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് മിസ്റ്റീരിയസ് ക്വീൻ. ഓക്കെ, ഫോളോ ചെയ്യാം. ആഹാ, ഫോളോ ബാക്ക് വന്നല്ലോ. സോ ഫാസ്റ്റ്. മറ്റേ ചെക്കായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരിക്കും. അല്ല, താനെന്തിനാ ഇവരെ ഫോളോ ചെയ്യുന്നേ? എടാ പൊട്ട, നീ അല്ലേ പറഞ്ഞത് നമ്മൾ സന്തോഷായിട്ട് ജീവിക്കുന്നത് നിന്റെ എക്സ് കാണണമെന്ന്. നിന്നെ അവള് ബ്ലോക്ക് ചെയ്തേക്കുമല്ലേ, അപ്പൊ അവൾ എങ്ങനെ കാണും? ഓ, യു ബ്രില്യന്റ്. നമുക്കെന്നാ വേഗം തന്നെ ഒരു സെൽഫി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അവള് മാത്രമല്ല, എല്ലാവളും അറിഞ്ഞോട്ടെ. പോസ്റ്റ്. Done. എന്നാ പിന്നെ കിടന്നാലോ? ഏ? ലൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ? അലക്സ, ലൈറ്റ്സ് ഓഫ്.